ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരു അത്ഭുത സാക്ഷ്യത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. രോഗം മാറ്റിക്കൊടുത്ത കർത്താവിന് മഹത്വം പറഞ്ഞുകൊണ്ട് ഒരു അമ്മച്ചി സിസ്റ്ററിന്റെ അടുത്ത് നിൽക്കുകയാണ്. ചേച്ചിയുടെ പേര് എന്താണ്? ആനീസ് എന്നാണ് പേര്. ആമ്പല്ലൂരാണ് വീട്. ഇവിടെ സിസ്റ്ററുടെ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച, എല്ലാ മാസത്തിലും അവസാന ബുധനാഴ്ച ഇവിടെ കൺവെൻഷൻ ഉണ്ട്. അപ്പോൾ അതിന് മുൻപ് യൂട്യൂബിലെ കണ്ടിട്ട് സിസ്റ്ററിന്റെ വീഡിയോസ് 3 മിനിറ്റുള്ള 307 വീഡിയോസും ഈ അമ്മച്ചി കാണാറുണ്ട്. അങ്ങനെ രോഗത്തിന് വേണ്ടി മകൻ ദുബായില് കിഡ്നിയിൽ കല്ലായിട്ട് ഒരു വലിയ രോഗാവസ്ഥയിലായി ഓപ്പറേഷൻ പറഞ്ഞു. ആ അവസ്ഥയില് ഈ അമ്മച്ചി അത്ഭുതകരമായ രോഗശാന്തി കർത്താവ് ഇവർക്ക് മകന് കൊടുത്തതാണ് ഇപ്പോൾ നമ്മളോട് സാക്ഷ്യമായിട്ട് പറയാൻ പോകുന്നത്. എൻ്റെ പേര് ആനീസ്. ഞാൻ ആമ്പല്ലൂരിൽ നിന്ന് വരുന്നു. എൻ്റെ മോൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കിഡ്നിയിൽ കല്ലാന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. അവനൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു 6 mm കല്ലുണ്ട്. അപ്പോൾ അത് 1 മാസം മരുന്ന് കഴിച്ചിട്ട് ഗുളിക കഴിക്കാം, ഗുളിക കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നാട്ടിലേക്ക് വരണം, അത് അവൻ്റെ ജോലിയൊക്കെ ബാധിക്കും. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു, നീ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സിസ്റ്ററിൻ്റെ യൂട്യൂബിൽ വചനം കേൾക്കുന്നുണ്ടായിരുന്നു. മരുന്നോ ജ്ഞാനം, വചനം, മരുന്നോ ലേപന ഔഷധമോ അല്ല, അങ്ങനെ വചനമാണ് ഞങ്ങൾ സുഖപ്പെടുത്തുന്നതിനുള്ള വചനം ഞാൻ 1000 പ്രാവശ്യം എഴുതി. 1100 വരെ കണ്ടായി എഴുതി. അപ്പോഴത്തേക്കും രണ്ടാമതും വീണ്ടും CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, നിൻ്റെ കിഡ്നി കല്ലൊന്നുമില്ല. ഡിസംബർ 20-ാം തീയതിയാണ് രണ്ടാമത് സ്കാൻ ചെയ്തത്. അപ്പം നിൻ്റെ കിഡ്നി കല്ലൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, 6 mm കല്ലുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല. അത് ഞാൻ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും നിൻ്റെ കിഡ്നി കല്ലില്ല. ഡിസംബർ 20-ാം തീയതി തൊട്ട് കല്ലില്ല, അത് വല്ല മസിൽ സ്പെയിൻ ആയിരിക്കും, ഇനി മരുന്നൊന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ വേറെ ഒരെണ്ണം, ഞാൻ സിസ്റ്ററിൻ്റെ വചനം കേട്ടിട്ട് ഞാനിങ്ങനെ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഹിന്ദു കുട്ടിയുണ്ടായിരുന്നു. അവർ 4 വർഷമായിട്ട് പ്രഗ്നൻ്റ് ആയില്ല. അവരാകെ വിഷമിച്ചിരിക്കുമായിരുന്നു. അപ്പം അവർ കേൾക്കുമെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ അമ്മയുടെ ഈ വചനം എഴുതി കൊടുത്തു വിട്ടു. 127:3 ആ കുട്ടിയോടും അതിൻ്റെ ഭർത്താവിനോടും അവരുടെ വയറെ കുരിശ് വരച്ച് ഈ വചനം ചെല്ലാൻ പറ. മക്കൾ ദൈവത്തിൻ്റെ അനുഗ്രഹം, ഉദരഫലം ദൈവത്തിൻ്റെ ദാനം എന്ന് ചെല്ലാൻ പറഞ്ഞു. അത് ഞാൻ ജനുവരി 1 ആദ്യത്തെ 2-ാം തീയതി 3-ാം തീയതി അങ്ങോട്ട് കൊടുത്തത്. അപ്പം ഞാൻ അമ്മ പറഞ്ഞു, ഞാൻ അവളോട് പറയാൻ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2-3 ആഴ്ചയായപ്പോൾ ഞാൻ ചോദിച്ചു, അവർ ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയായി, ഞാൻ ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ അവരെന്നെ ഓടി വന്നിട്ട് പറഞ്ഞു, ചേച്ചി മോള് പ്രഗ്നൻ്റായി, 2 മാസമായി എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ പറഞ്ഞു, പ്രസവം കഴിയുന്നതും വരെ അവന് ചെല്ലിക്കും കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ചെല്ലിക്കും. നമ്മളെ ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വിശ്വാസം, അതാ സിസ്റ്റർ പറഞ്ഞേ, ശുദ്ധ വിശ്വാസമുള്ളവര്. അപ്പോൾ മകനല്ല പ്രാർത്ഥിച്ചത്, അമ്മച്ചിയാണ് മകന് വേണ്ടി 1000 തവണ എഴുതുകയാണ്. ജ്ഞാനം 16:12. അങ്ങനെ ഓപ്പറേഷൻ വരെ ഡോക്ടർ പറഞ്ഞു. പിന്നീട് സ്കാൻ ചെയ്യാൻ ചെന്നപ്പോഴാണ് ആ കല്ല്, അത്രയും വലിപ്പത്തിലുള്ള കല്ല് അവിടെ ഇല്ല. ഡോക്ടർ പോലും അത്ഭുതം പ്രകടിപ്പിച്ചു. അമ്മ 1000 തവണ എഴുതിയത് മകന് വലിയ വിശ്വാസമായി. മകനും ഇപ്പൊ വചനാഭിഷേകത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു വലിയ അത്ഭുതം ഇതുവഴി ഈ അമ്മ തനിക്ക് കിട്ടിയ കൃപ തന്റെ അയൽപക്കത്തുള്ള മക്കൾക്ക് കൊടുക്കാൻ. ലോക അതിർത്തികൾ വരെ കർത്താവിന്റെ സുവിശേഷം പോകാൻ പറ്റില്ല, മർക്കോസ് 16:15. പക്ഷെ തന്റെ ചുറ്റുപാടുമുള്ള മക്കളിലേക്ക് കിട്ടിയ കൃപ ഒഴുക്കുന്ന ഒരു അമ്മച്ചിയാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. ഒരു ഹിന്ദു മകളോട് അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട എന്ന മട്ടിൽ പറഞ്ഞു കൊടുത്തു. പക്ഷെ എത്രയും അത്ഭുതമാകും വിധത്തിലാണ് അതിന്റെ ഫലം കണ്ടത്. ആ ഒരു സന്തോഷത്തോടുകൂടെ ഇന്നിവിടെ കൺവെൻഷൻ വന്നപ്പോൾ ഈ അത്ഭുത സാക്ഷ്യപ്പെടുത്തണം. മക്കളില്ലാതെ വിഷമിക്കുന്ന സങ്കീർത്തനം 127:3 അവരോട് ചൊല്ലാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞത്. അതുപോലെ ജ്ഞാനം 16:12 രോഗാവസ്ഥയിലുള്ള മകന് വേണ്ടി ഈ അമ്മ 1100 തവണ എഴുതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള സർവ്വ മക്കളെയും അനുഗ്രഹിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ. നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മുടെ കർത്താവിൽ മാത്രമാണ്. കർത്താവിൽ ആശ്രയിച്ചവരെ അവിടുന്ന് ഒരിക്കലും കൈവിട്ടിട്ടില്ല, അവർക്ക് ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല, അവർ ഭക്താശരായില്ല. കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്കെതിരെ നിൽക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷത്തോടെ ഈ കുടുംബത്തെ കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഈശോ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ അഭിഷേകം, ശക്തമായ കൃപ ഈ കുടുംബത്തേക്ക് ഒഴുകട്ടെ. മകന്റെ ജോലിക്ക് വേണ്ടി, ഇപ്പോൾ ദുബായിലുള്ള ജോലിക്ക് വേണ്ടി ഒരിക്കൽ കൂടെ അമ്മ വചനം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കൃപ കവിഞ്ഞൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടെസ്റ്റിമണി അല്ലെങ്കിൽ അത്ഭുത സാക്ഷ്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കൾക്കും ഈ ഒരു കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.